PSCയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് വർഷം. നമുക്ക് പഠിച്ചിരിക്കാനും കുറച്ച് പ്രയാസമുള്ള ഭാഗമാണ് വർഷങ്ങൾ അല്ലേ. എന്നാൽ ചില ട്രിക്സും ടിപ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നോക്കൂ, പുന്നപ്ര വയലാർ സമരം ഏത് വർഷമാണ്? പുന്നപ്ര വയലാർ സമരം 1946. പുന്നപ്ര വയലാർ സമരത്തിന്റെ വർഷം ചോദിച്ചാൽ 1946 ആണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ നോക്കൂ, പുന്നപ്ര വയലാറ് ഇവിടെ എന്ത് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്? ആറ്. അപ്പൊ കണക്ട് ചെയ്യാലോ, 6. ഇനി വയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 4 സൈഡും അല്ലെ, 4 സൈഡ് ഉണ്ടായിരിക്കും, 4 സൈഡ് വരമ്പുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 46 എന്ന് കണക്ട് ചെയ്യാലോ. 1946 പുന്നപ്ര വയലാർ സമരം. ഇനി പുന്നപ്ര വയലാർ സമരത്തിന്റെ സെയിം വർഷത്തിൽ വരുന്ന മറ്റ് സമരങ്ങൾ ഏതൊക്കെയാണ്? തോൽവിറക് സമരം, അതുപോലെ തന്നെ കരിവള്ളൂർ സമരവുമാണ്. തോൽവിറക് സമരവും കരിവള്ളൂർ സമരവും ഏത് വർഷമാണ്? 1946. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറയാം. വയലിൽ നിന്ന് കോടിതാണ്, വയലിൽ നിന്ന് തോൾ കരിഞ്ഞു. വയലിൽ നിന്ന് തോൾ കരിഞ്ഞു. വയലിൽ നിന്ന് തോൾ കരിഞ്ഞു. അപ്പൊ വയലിൽ എന്നതിൽ നിന്ന് പുന്നപ്ര വയലാർ കണക്ട് ചെയ്ത് പോകാം. പുന്നപ്ര വയലാർ നമ്മൾ പഠിച്ചു, എങ്ങനെ കണക്ട് ചെയ്യാം. പുന്നപ്ര വയലാർ സമരം ഏത് വർഷമാണ്? 1946. ഇനി സെയിം വർഷത്തിൽ വരുന്നതാണ് തോൽവിറക് സമരവും കരിവള്ളൂർ സമരവും. അപ്പൊ തോൾ എന്നതിൽ നിന്ന് തോൽ വിറക് കണക്ട് ചെയ്യാലോ. തോൽ വിറക് അല്ലെ, തോൽ വിറക് സമരം ഏത് വർഷമാണ്? 1946. കരിഞ്ഞു എന്നതിൽ നിന്ന് കരിവെള്ളൂർ കണക്ട് ചെയ്യാലോ. കരിവെള്ളൂർ ഏത് വർഷമാണ്? 1946. അപ്പൊ പുന്നപ്ര വയലാർ സമരം ചോദിച്ചാൽ 1946 ആണ്. സെയിം വർഷത്തിൽ വരുന്ന മറ്റ് സമരങ്ങളാണ് തോൽവിറക് സമരവും കരിവെള്ളൂർ സമരവും. അപ്പൊ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കോഡ് ഉപയോഗിച്ചു? വയലിൽ നിന്ന് തോൾ കരിഞ്ഞു.